നമ്മളിപ്പോൾ സന്നിധാനത്തേക്ക് പോവുകയാണ്. ശബരിമലയിൽ അവിടെ SIT സംഘം പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കാണ് SIT സംഘം വീണ്ടും അവിടേക്ക് എത്തിയിട്ടുള്ളത്. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷം ഈ പരിശോധന ആരംഭിക്കും എന്നുള്ളതാണ്. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളികളുടെ താഴത്തെ ഭാഗവും ഉൾപ്പെടെ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് SIT എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ സാമ്പിൾ ശേഖരണം ഇന്നുണ്ടാകില്ല എന്നുകൂടി അറിയുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് വിനേഷ് കുമാറിനോട് ചോദിക്കാം. അവിടെ സന്നിധാനത്തുണ്ട് വിനേഷ്. അവിടെ SIT സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ സാമ്പിൾ ശേഖരിക്കുന്നില്ല. പിന്നെ എന്താണ് SITയുടെ നീക്കം? പ്രജിൻ അസ്ദ അല്പസമയം മുമ്പാണ് SIT സംഘം ഇവിടെ ശബരിമലയിൽ എത്തിയത്. എന്തായാലും ഇതിന്റെ ഈ കട്ടിളപ്പാളിയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലത്തിലെയും ഇത് പരിശോധന നടത്തും. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഗ്രാമിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുക. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പാണ് അവസാനവട്ട പരിശോധനയ്ക്ക് SIT തയ്യാറായിട്ടുള്ളത്. എന്തായാലും മിഥുനമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല നട അല്പസമയത്തിനകം തുറക്കും. കൃത്യം 5 മണിയോടുകൂടി തന്നെ തുറക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിശ്വാസികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SIT സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത്. എന്തായാലും ലീഗൽ മെട്രോളജി വിഭാഗത്തിൽ നിന്നുള്ളവരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സാമ്പിൾ ശേഖരണം ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തവണ സാമ്പിൾ ശേഖരിച്ച് കൃത്യമായി തന്നെ അതിൻ്റെ ഒരു പരിശോധനാ ഫലത്തിന് വേണ്ടി അയച്ചതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ അതിൻ്റെ ഒരു സാധ്യതയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റെവിടെയെങ്കിലും ഇതിൽ ഗ്രാമിൽ കുറവ് വന്നിട്ടുണ്ടോ, മറ്റെവിടെയെങ്കിലും ഈ സ്വർണ്ണപ്പാളിയിൽ ഈ പ്രഭാമണ്ഡലത്തിലോ അല്ലെങ്കിൽ കട്ടിളപ്പാളിയിലോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുക. എന്തായാലും ഇപ്പോൾ തന്നെ നട തുറക്കും. നട തുറക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ പരിശോധനയും ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.